ഒന്നാമത്തെ കാര്യം, RSSന്റെ ഗോൾവാൾക്കറിന് വിളക്ക് കൊളുത്തിയില്ലേ? എന്റെ പൊന്ന് സഹോദര, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ? കേരള ഹിറ്റ്ലർ പിണറായി വിജയൻ കേരള സംസ്ഥാനം ഭരിക്കുമ്പോഴാണ് ദ ബഞ്ച് ഓഫ് തോട്ട്സ് 1000 പ്രസംഗങ്ങൾ അഥവാ ഗോൾവാൾക്കറുടെ ആത്മകഥ, ഈ പറയപ്പെടുന്ന RSSന്റെ മുഖപുസ്തകം ഈ കണ്ണൂർ സർവകലാശാലയിൽ കേരളത്തിലെ CPMന്റെ സിൻഡിക്കേറ്റ് മെമ്പർമാർ അനുകൂലിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തത് MA ഹിസ്റ്ററി വിദ്യാർത്ഥികൾക്ക്. അപ്പൊ തുടങ്ങിക്കഴിഞ്ഞല്ലേ? RSSന്റെ ബഞ്ച് ഓഫ് തോട്ട്സ് SFI പഞ്ചമുച്ചമടക്കി നിങ്ങളുടെ തമ്പുരാന്റെ മുമ്പിൽ എങ്ങനെ നിന്നു? മനസ്സിലായേ? നടുവളച്ച് നിന്നു, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം നുണയോ? രണ്ടാമത്തെ കാര്യം, ഇന്നലെ എന്ന് പറഞ്ഞു കേട്ടല്ലോ, രാജ്ഭവൻ RSSന്റെ ശാഖയാക്കരുത്, ശാഖയാക്കരുത്. മിടുക്കുള്ള ബുദ്ധിരാജ, മിണ്ടായിരിക്കവിടെ, മിണ്ടാതിരിക്കേ. രണ്ടാമത്തെ കാര്യം, RSS രാജ്ഭവൻ RSSന്റെ ശാഖയായി രാജ്ഭവൻ മാറരുത്. ഇതേ RSSകാരനായിരുന്ന ഗവർണർ അർലേക്കറിനെ കൂടെ കൂട്ടി നിർമ്മലാ സീതാരാമന് പാലക്കാടത്തെ ഇഡ്ഡലിയും ചമ്മന്തിയും കൂട്ടി കേരള ഹൗസിൽ പ്രഭാത ഭക്ഷണം കഴിച്ച് അടച്ചിട്ട റൂമിൽ ചർച്ച ചെയ്യാൻ വേണ്ടി അർലേക്കറിനെ വിളിച്ചുകൊണ്ടുപോയി നേരെ കൊണ്ടുവന്ന് നിർമ്മലാ സീതാരാമനെ കണ്ടത്. നിർമ്മലാ സീതാരാമന്റെ വകുപ്പിൽപ്പെട്ട കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയുടെ കീഴിലാണ് മകളുടെ മാസപ്പടി കേസിലെ SFIO അന്വേഷണം എന്ന് അറിഞ്ഞ ഒരു പിതാവിന്റെ വെപ്രാണമായിരുന്നു എന്നുള്ള കാര്യം കേരളം അറിയുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഞങ്ങൾ അടച്ചിട്ട റൂമിൽ RSS നേതാക്കളുമായി ഒത്തുതീർപ്പ് നടത്തിയിട്ടില്ല. മസ്കറ്റ് ഹോട്ടലിൽ മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ട് RSSന്റെ കുമ്മനം ഉൾപ്പെടെയുള്ളവരുമായി മസ്കറ്റ് ഹോട്ടലിൽ ഇതിന്റെ പുറകെയാണ്, തൊട്ട് പുറകിൽ ഇരുന്ന് ചർച്ച നടത്തിയ ആളിന്റെ പേരാണ് കേരള ഹിറ്ററായ നിങ്ങളുടെ പിണറായി വിജയൻ. നിങ്ങൾക്കറിയോ RSSന് ഒത്തുതീർപ്പ് ഉണ്ടാക്കി കൊടുത്തതിന് ശ്രീ M-ന് ഈ കഴക്കൂട്ടത്തിനടുത്തുള്ള 5 ഏക്കർ സ്ഥലം അദ്ദേഹത്തിന്റെ സൻസത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്ത് പതിച്ചു കൊടുത്ത ഹിറ്റ്ലറിന്റെ പേരാണ് നിങ്ങളുടെ പിണറായി വിജയൻ. തീർന്നില്ല. നിങ്ങൾക്കറിയോ ഈ ഗുരുമൂർത്തിയുടെ പ്രഭാഷണം, ഈ RSSന്റെയുമായി ബന്ധപ്പെട്ട് ഗുരുമൂർത്തിയുടെ പ്രഭാഷണം നടന്നു. നിങ്ങൾക്ക് ബംഗാളിൽ മമതാ ബാനർജിയുടെ രാജ്ഭവനിൽ അവിടത്തെ രാജ്ഭവനകത്ത് RSSന്റെ സ്തുതിഗീതം പാടുന്നത് കണ്ടപ്പോ, അവിടെ RSSന്റെ പരിപാടി നടക്കുന്നത് കണ്ടപ്പോ മമതാ ബാനർജി ഗവർണറുടെ ADCയെ വിളിച്ചിട്ട് പറഞ്ഞു 10 പൈസ സർക്കാർ അനുവദിക്കത്തില്ല. അവിടെ ആഘോഷം നടത്താനുള്ള പണം BJPയുടെ RSSന്റെ ഗവർണറെ കയ്യിൽ നിന്ന് ചെലവാക്കി കൊടുക്കണമെന്ന് നട്ടലോട് കൂടി മമതാ ബാനർജി പറഞ്ഞു. നിങ്ങൾ കേട്ടോ? RSSന്റെ കായ്വൽക്കരണം പഠിക്കാൻ PM ശ്രീ എന്ന പേരിൽ ഒരു 3100 കോടി രൂപ വെച്ച് നീട്ടി. സ്റ്റാലിൻ പറഞ്ഞു കായ്വൽക്കരണത്തിന് ഒരു ഒറ്റ പുസ്തകം പഠിക്കില്ല, 3100 കോടി വേണ്ട. ആ 3100 കോടി രൂപ 2 കൈ നീട്ടി സ്വീകരിച്ചവരുടെ പേരാണ് ശിവൻകുട്ടിയും കേരള ഹിറ്ററായ പിണറായി വിജയനും. തീർന്നില്ല. നിങ്ങൾക്കറിയോ, ഒരു കേരളത്തിൽ ഒരൊറ്റ മുന്നണിയുടെ കൺവീനറെ തെരഞ്ഞെടുപ്പ് ദിവസം RSSന്റെ ജാവദേക്കറെ കണ്ട് ചായ കുടിച്ചിട്ടുള്ളൂ. ഒരു VD സതീശനും ചായ കുടിക്കാൻ പോയിട്ടില്ല ഒരു RSSകാരന്റെയും. മനസ്സിലായില്ലേ? ഒരു സണ്ണി ജോസഫും പോയിട്ടില്ല. എന്നാൽ നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ ഇപ്പോൾ നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം തെരഞ്ഞെടുപ്പിനത് സമ്മതിച്ചിട്ട് പറഞ്ഞു RSSന്റെ ജാവദേക്കറുമായിട്ട് കൂടി. അതാണ് കഴിഞ്ഞ റൂട്ടിൽ താങ്കളോട് ചോദിച്ചത്. അങ്ങനെയൊക്കെ നിങ്ങൾ ആക്ഷേപിക്കുമ്പോഴും ഈ വോട്ട് തലേന്ന് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ 20 മിനിറ്റ് RSSനെതിരെ, ഗവർണറുടെ RSS വൽക്കരണത്തിനെതിരെ വേണ്ടാവുന്നിരിക്കില്ല, ചോദ്യം ചോദിക്കും. അത് ജയിക്കനോടായാലും താങ്കളോടായാലും ചോദ്യം ഉണ്ടാവും. അതിനകത്ത് CPM ഏതെങ്കിലും തരത്തിലുള്ള അസഹിഷ്ണുത കാണിക്കുമ്പോൾ അവിടെ ഇരുന്ന് പ്രതികരിക്കാറുണ്ടല്ലോ കോൺഗ്രസ് പ്രതിനിധികൾ. ഇപ്പൊ കോൺഗ്രസിന് അത് ബാധകമല്ലേ? പേരാണ് പിണറായി വിജയൻ പോലീസ് സ്റ്റേഷൻ മുഴുവൻ RSS ആക്കിയെന്ന് ആനി രാജ പറഞ്ഞത്. അതെങ്കിലും നിങ്ങൾ മുഖവിലേക്ക് എടുക്കണ്ടേ? ശരി, ശരി. ഇന്ന് ഈ RSS പ്രീണന താല്പര്യമുള്ള മുഖ്യമന്ത്രി 20 മിനിറ്റ് RSS വിരുദ്ധ വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ, RSS വിരുദ്ധ പ്രസ്താവനകൾ എന്തുകൊണ്ടായിരിക്കും ഈ വോട്ട്? ആഭ്യന്തര വകുപ്പ് RSS ആണ്, ADGP RSS ആണ്, പോലീസ് സംവിധാനം മുഴുവൻ RSS ആണ്. അതിനെതിരായിട്ടുള്ള ജനവിധി ഈ കേരളത്തിൽ നിലമ്പൂരുണ്ടാവും. പൊതുവാൾജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കൊരു സ്ഥലമാറ്റം വാങ്ങി കൊടുക്കണോ? അറിയോ, ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. മൻമോഹൻ സിംഗ് സർക്കാരിനെ അട്ടിമറിക്കാൻ ഒരുമിച്ച് വോട്ട് ചെയ്തത് നിങ്ങളാണ് വോട്ട് ചെയ്തത്. മൻമോഹൻ സിംഗ് മുഖ്യമന്ത്രി പിണറായി
ശ്രീ എം വി ഗോവിന്ദന്റെ പരാമർശത്തെ താങ്കളോട് ചോദിച്ചു. അപ്പൊ താങ്കൾ പറഞ്ഞു ഈ റൗണ്ടിൽ പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ശ്രീ എം വി ഗോവിന്ദന്റെ പരാമർശത്തെക്കുറിച്ച് വിശദീകരിച്ചും അതിന്റെ പാർട്ടി തലം പറഞ്ഞും ഒക്കെ പോകുന്നതിനിടയിലും അതിന്റെ മുൻപും 20 മിനിറ്റോളം ഇന്ന് സമയം RSS വിരുദ്ധ രാഷ്ട്രീയം പറയാനായിരുന്നു. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഗവർണറുടെ രാജ്ഭവനിലെ കാര്യങ്ങൾ അടക്കം ഭാരതാംബയുടെ ചിത്രത്തോടൊപ്പമുള്ള RSS പതാക അടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു. RSSകാരനാണ് കെ സുരേന്ദ്രൻ. സർ കേൾക്ക് സാർ, അറിയപ്പെടുന്ന RSSകാരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രൻ കോഴക്കേസിൽ അകത്ത് പോകുമായിരുന്നു. 71F പിന്നെ പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് ആക്ട് അനുസരിച്ച് 1 കൊല്ലത്തിനകത്ത് കുറ്റപത്രം കൊടുത്തില്ല എങ്കിൽ പ്രതിയെ വെറുതെ വിടാൻ വകുപ്പുണ്ട്. കാസർഗോഡ് ജില്ലാ കോടതി കുറ്റപത്രം കൊടുക്കുന്നുണ്ടോ പോലീസെ ചോദിച്ചു. പിണറായി വിജയൻ പറഞ്ഞു അയാൾ വെറുതെ പോട്ടെ. കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ പിന്നെ വെറുതെ വിടിയിച്ച കോടതിക്കകത്ത് കുറ്റപത്രം കൊടുക്കാത്ത ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ പിണറായി വിജയൻ എന്നാണ്. നീ എന്നെ അങ്ങോട്ട് കൊല്ല്, എന്നിട്ടൊരു കുഴി വിളിച്ച് മൂടിയിട്ട് ആ ബസ്സെടുത്ത് എന്റെ മുകളിൽ വെക്ക്. കൊടകര കുഴൽപ്പണ കേസിൽ കെ സുരേന്ദ്രനെയും മകനെയും കൊടകര കുഴൽപ്പണ കേസിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് BR ഷഫീർ. കൊടകര കുഴൽപ്പണ കേസിൽ കേരള പോലീസിന്റെ പരിധിക്കകത്ത് ചെയ്യാൻ പറ്റൂ. ഞാൻ ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോളൂ. എന്ത് ചെയ്തു നിങ്ങള്? എന്ത് ചെയ്തു? അവിടെ ഒരു പിടിച്ചുപറി കേസ് ഉണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാം. കവർച്ച കേസ് ഉണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാം. എന്ത് ചെയ്തു? ഈ കള്ളപ്പണ കേസ് ആരാണ് അന്വേഷിക്കേണ്ടത്? ഞാൻ ആദ്യം പറഞ്ഞ കേസ് എന്തായി? കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കോഴക്കേസ് എന്തായി? നിങ്ങൾ അത് പറ. റാഷിദിന് ബുദ്ധി ഉണ്ടെങ്കിൽ, റാഷിദ് പത്രം വായിച്ചുണ്ടെങ്കിൽ പറ. പിന്നെ തെരഞ്ഞെടുപ്പ് കേസിൽ 71 പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് ആക്ട് അനുസരിച്ച് 1 കൊല്ലത്തിനകത്ത് കുറ്റപത്രം കൊടുക്കാത്ത ഒറ്റ കാരണത്താൽ ശരി, എന്റെ ബുദ്ധിയും എന്റെ പത്രവായനയും അളക്കുന്ന BR ഷഫീർ, താങ്കളോട് ഞാൻ ചോദിക്കുന്നത് 1977 തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം താങ്കൾ ചരിത്രത്തിൽ നിന്ന് ഓടുന്നതിന്റെ ഭാഗമായുള്ള ഒരു ചോദ്യം കൂടിയാണെന്ന് വിചാരിച്ചോളൂ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി RSSനോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ വാക്കുകളായിട്ട് എടുക്കേണ്ട, മുഖ്യമന്ത്രിയുടെ ഒരു കോട്ടും കൂടിയായി എടുത്ത് താങ്കൾക്ക് മറുപടി പറയാം. ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന് പറയുന്ന അതിപ്രശസ്തമായ പുസ്തകത്തിലെ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയാണ് രാജീവ് ഗാന്ധി RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പലതവണ പറഞ്ഞയച്ച ചരിത്രം ഇന്ദിരാഗാന്ധിക്കുണ്ട്. ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് ജനതാ പാർട്ടിയെ തോൽപ്പിച്ച് തിരിച്ചു വന്ന ശേഷവും RSSനെ സ്വീകരിച്ച ചരിത്രമാണെന്ന് ഞാൻ പറയും സാർ. കേൾക്കട്ടെ, ഒരു മിനിറ്റ് കൂടി. ഞാനൊരു പുസ്തകം എഴുതി വെച്ചിട്ട് മരിച്ചാൽ എന്റെ പുസ്തകം എടുത്തു വെച്ചിട്ട് റാഷിദ് എടുത്ത് വെച്ച് വായിച്ചിട്ട് അങ്ങനെയല്ലേ ആ പുസ്തകമൊക്കെ പലരും പല തോന്നിയതുപോലെ എഴുതും. നിങ്ങൾക്കറിയോ RSSന്റെ ഏറ്റവും വലിയ അനുകൂലിയായിരുന്ന പിന്നെ TN ചതുർവേദി എന്ന് പറയപ്പെടുന്ന കടുത്ത RSSകാരൻ അദ്ദേഹമായിരുന്നു CAG. അദ്ദേഹം രാജീവ് ഗാന്ധിയെ രാജിവെപ്പിക്കാൻ വേണ്ടി RSSന് വേണ്ടി എഴുതിയ CAG റിപ്പോർട്ട് എടുത്തു വെച്ച് രാജീവ് ഗാന്ധിയെ ലോകം മുഴുവൻ കള്ളനെന്ന് വിളിച്ച ആളാണ് EMS നമ്പൂതിരിപ്പാട്. അതിന് കൂട്ടുപിടിച്ചവരാണ് ദേശീയ മുന്നണി. അന്ന് കൂടെ ചേർന്ന് കൊടുത്തതാണ് 2 സീറ്റിൽ നിന്നും 89 സീറ്റിലേക്ക് RSSനെ വളർത്തിക്കൊടുത്തത്. അറിയോ? 2 സീറ്റിൽ നിന്നും LK അദ്വാനിയുടെയും വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഒരു ദേശീയ മുന്നണി ഉണ്ടാക്കി 89ലേക്ക് വളർത്തിയതിന്റെ ശ്രീ പത്മനാഭന്റെ മറുപടിയുടെ സമയം കൂടിയാണ്. ശരി, ശ്രീ പത്മനാഭൻ EMS എന്ന് പറയപ്പെടുന്ന ആയിക്കോട്ടെ, EMSന്റെ കാര്യത്തിൽ ജയിക്ക് മറുപടി പറഞ്ഞോട്ടെ. ശരി, ഇനി ചരിത്രത്തിൽ നിന്ന് നിലമ്പൂരിലേക്ക് ഒന്നുകൂടെ പോണം. നിലമ്പൂരിലേക്ക് വരുമ്പോൾ ശ്രീ പത്മനാഭൻ RSSകാരൻ ഇന്ദിരാഗാന്ധിക്കെതിരെ ശരി BRM ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് രാജീവ് ഗാന്ധിയെ കള്ളെന്ന് വിളിച്ചവരാണ് അവര്. ശരി, ഓക്കെ സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? ഇനിയിപ്പോ